ആദ്യമായി അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് റീസ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൻ അലൻ. കൊച്ച് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് സാമ്പത്തികമായും മാനസികമായും ഒത്തിരി തകർന്നിരിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരി വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. ആ സമയത്ത് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ഒക്ടോബർ 1-ാം തീയതി മാതാവിൻ്റെ ഈ പള്ളിയിലും വീടുകളിൽ വെച്ചുള്ള കൊന്ത നമസ്കാരത്തിന് ഒരു മാതാവിനെ കാണാൻ എനിക്ക് സാധിച്ചു. അത് ഇവിടുത്തെ നമ്മുടെ കൃപാസന മാതാവിനെ തന്നെ കാണുവാൻ സാധിച്ചു. നല്ല പൊന്മാൻ നീല കളറുള്ള പ്രകാശം നിറഞ്ഞൊരു മാതാവിനെ കാണുവാൻ എനിക്ക് സാധിച്ചു. അതുകൂടാതെ എനിക്ക് ഇവിടെ വന്ന് ഈ സ്റ്റേജിൽ കയറിയിരുന്ന് ഉടമ്പടിയിൽ തൈലം മേടിക്കുന്നതായിട്ട് സ്വപ്നം കാണുവാനും സാധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ 2/11/2024 വന്നിട്ട് ഉടമ്പടി എടുത്തു, മരീൻ ഉടമ്പടി. അപ്പോൾ എനിക്ക് 2 ദൈവാനുഗ്രഹങ്ങളാണ് മാതാവിൽ നിന്ന് ലഭിച്ചത്. ആദ്യത്തെ അനുഗ്രഹം, എനിക്ക് 15 വർഷമായിട്ട് ജോലിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, എൻ്റെ പപ്പായും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്കൊരു നല്ല ജോലി നൽകണമേ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം അവർക്ക് ചെയ്തു കൊടുക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു. പോയി ഞാൻ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നിടത്ത് തന്നെ ഒരു ട്രെയിനിങ് ജോലി കിട്ടി. വേക്കൻസിയിൽ എന്നോട് പറഞ്ഞു ഇവിടെ വേക്കൻസി ഉണ്ടെന്ന്. ഞാൻ അവിടെ പോയി മാതാവിൻ്റെ തൈലവും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച്. അപ്പോൾ എനിക്ക് ട്രെയിനിങ് ഇൻ്റർവ്യൂ ആയിട്ടൊന്നും ഇല്ലായിരുന്നു. അവരെന്നോട് പേര് ചോദിച്ചു, കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവരെന്നെ ജോലിയിൽ കയറ്റി. അങ്ങനെ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. ഒക്ടോബർ 15-ാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. രണ്ടാമതായി, നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ്. അത് എൻ്റെ കഴിവിലല്ല. എനിക്ക് കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. എന്നാലും എൻ്റെ മാതാവ് എനിക്ക് അവിടെ ഒരു ജോലി തന്നു. ഞാനത് മാതാവ് തന്ന അന്ന് തന്നെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എനിക്ക് എൻ്റെ കുഞ്ഞിന് ഒരു അസുഖമുണ്ടായിരുന്നു. 3 മാസമായിട്ട് വിട്ടുമാറാത്ത വയറുവേദനയും ഗ്യാസും ഛർദിയും. എന്ത് ഭക്ഷണം കൊടുത്താലും കുഞ്ഞിന് ഭയങ്കര വയറുവേദനയായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ കൊണ്ട് കാട്ടി. ഡോക്ടർ നോക്കിയിട്ട് കുഞ്ഞിന് മരുന്ന് കൊടുത്തു. എന്നിട്ട് ഡോക്ടറിനോട് പറഞ്ഞു, കുഞ്ഞിന് എന്തൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ഛർദി വരുന്നത്, അതൊരു ഡയറിയിൽ എഴുതി വെക്കുക, എന്നിട്ട് ആ ഭക്ഷണം മാത്രം കൊടുക്കാതെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുഞ്ഞിന് എല്ലാ ഭക്ഷണം കൊടുക്കുന്ന ഏതിനാണ് ഛർദിക്കുന്നത് അത് മാറ്റിയിട്ട് വേറെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. പൊടിയരിക്കഞ്ഞി കൊടുത്തു. പൊടിയരിക്കഞ്ഞി കൊടുക്കുമ്പോഴും കുഞ്ഞ് ഛർദി തന്നെ, ഗ്യാസുണ്ട്. എന്നിട്ട് ഞാൻ ഡോക്ടറെ കൊണ്ട് കാട്ടി, മരുന്നിന് ഒരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ എനിക്ക് പിന്നെ എന്നോട് പറഞ്ഞു, വേറെ മരുന്ന് മാറ്റി തന്നിട്ട് പറഞ്ഞു വേറൊരു ഡോക്ടറെ കൊണ്ട് കാട്ട്, സ്കാൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സമയത്ത് കൊണ്ടുപോയി വേറെ ഡോക്ടറെ കൊണ്ട് കാട്ടി. ആ ഡോക്ടറിനോട് പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന്. സ്കാൻ ചെയ്തപ്പം സ്കാനിങ്ങിൽ ഒരു കുഴപ്പവുമില്ല. എന്നിട്ട് ഡോക്ടറിനോട് പറഞ്ഞ് ഇനിയും ഇങ്ങനെ വിട്ടുമാറുന്നില്ലെങ്കിൽ നിങ്ങൾ റെയിൻബോ ഹോസ്പിറ്റലിൽ എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോയി ഒരു ദിവസം കുഞ്ഞിന് 1/2 മണിക്കൂർ ഇടവിട്ട് പൊടിയരിക്കഞ്ഞി കൊടുക്കും. ആ സമയത്തൊക്കെ കുഞ്ഞ് ഛർദി, വയറുവേദന, ഗ്യാസ്. എന്നിട്ട് ആ സമയത്ത് ഞങ്ങൾ തന്നെ പിന്നെ ഡോക്ടറെ കൊണ്ട് കാട്ടിയിട്ട് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ കുഞ്ഞിന് ഒരു ദിവസം ഭയങ്കര വയറുവേദന രാത്രിയിൽ. അപ്പം ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, അമ്മ എന്നെ എങ്ങനെയും രക്ഷിക്കും, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ. അപ്പം ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി, ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി കുഞ്ഞിന് കൊടുത്തു. അപ്പോൾ കുഞ്ഞ് അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് ഭയങ്കരമായിട്ടും തല കറങ്ങുന്നമ്മേ. ഞാൻ കുഞ്ഞിനെ കൊട്ടിലെ കൊണ്ട് കടത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ യോഹന്നാൻ 1:1 കാണിക്കുന്നമ്മേ എന്ന് പറഞ്ഞു. അത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമാണെന്നുള്ള ബൈബിൾ വാക്യം കുഞ്ഞിന് കിട്ടി. കുറച്ച് കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കാമെന്നമ്മേ, എന്നോട് ആരോ പറയുന്നമ്മേ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് എന്നോട് കട്ടിലേൽ അങ്ങനെ കുഞ്ഞിൻ്റെ ഞരമ്പുകളിൽ കൂടിയൊക്കെ വേദന എന്നിട്ട് തടിച്ചു പൊങ്ങി. കുഞ്ഞ് ശരിക്കും തലകയറുന്ന് വിശർത്ത് അവിടെ കടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, അമ്മ എൻ്റെ വയറുവേദന പോയമ്മേന്ന് പറഞ്ഞു. പിന്നെ ഒരിക്കലും വന്നിട്ടില്ല. അമ്മ മാതാവ് മാറ്റി തന്നതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. ആത്മീയമായിട്ടുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. 3 ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കും. വീട്ടിൽ എല്ലാ ദിവസവും ഈവനിങ് പ്രെയർ ഉണ്ട്, മോർണിംഗ് പ്രെയർ ഉണ്ട്. പ്രെയറിൽ ഒരിക്കലും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് ആ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ വൃദ്ധസദനത്തിൽ പോയി പാവങ്ങളെ കുളിപ്പിക്കുകയും അവരുടെ നഖം വെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പള്ളികളിൽ കന്നഡ പേപ്പർ, ഇംഗ്ലീഷ് പേപ്പർ, മലയാളം പേപ്പറും ഒക്കെ പള്ളികളിലും വീടുകളിലും ഒക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായം 9-ാം തിരുവചനം. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. റീസ മേരി എന്ന ഈ സഹോദരി ഇതിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റ് പറയുമ്പോൾ
സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിത സങ്കടങ്ങളെല്ലാം ലഘൂകരിച്ചു കൊടുത്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. റീസ മേരി ഒരു ജോലിക്ക് വേണ്ടി നിയോഗം വെച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വളരെ പെട്ടെന്നാണ് തനിക്ക് യാതൊരു യോഗ്യതകളും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുകയും ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനുള്ള എല്ലാ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വലിയ വിളി ഈ മകൾക്കുണ്ടായി. മകൾക്ക് നല്ലൊരു ജോലി, കമ്പ്യൂട്ടറിൽ തന്നെ പഠിച്ച ജോലിയാണെങ്കിലും പക്ഷേ അതുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് മകളെ ജോലിക്ക് വിളിച്ചത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് മകൾ സിസ്റ്റം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മകൾക്ക് വളരെ പെട്ടെന്ന് ജോലി ലഭിച്ചതായി മകളോട് സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ യോഗ്യതകളെ സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപയൊഴുകുവാൻ സാധ്യതകളുണ്ടാകുന്നതെന്ന് എപ്പോഴും നാം ഉടമ്പടിയിലൂടെ വായിച്ചെടുക്കുന്നുണ്ട്. ഈശോയുമായി ഒരു ആന്തരിക ബന്ധമുണ്ടായാൽ നല്ല ആശയവിനിമയം ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മകളുടെ എല്ലാ ജീവിതാനുഭവങ്ങളിലും ഈശോ ഇടപെട്ടതിൻ്റെയും പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ചതിൻ്റെയും 2 സാക്ഷ്യങ്ങളാണ്. അതുപോലെ തന്നെ മകനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാളുകൾ, മാസങ്ങളായി ഉള്ള ഛർദിൽ, വോമിറ്റിംഗ് രോഗം കണ്ടുപിടിക്കാനാവുന്നില്ല, എന്നാൽ അതിന് മരുന്നിലൂടെ ശമനവും വരുന്നില്ല. ഇങ്ങനെയാണ് മകന് തന്നെ പ്രാർത്ഥിച്ച് ഒരു അസ്വസ്ഥതയിൽ ആയിരിക്കുമ്പോൾ തന്നെ യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന വചനം നമുക്കറിയാവുന്നതുപോലെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്, മരുന്നോ ലേപനമോ അല്ല. അവരെ സുഖപ്പെടുത്തിയത് ദൈവത്തിൻ്റെ വചനമാണെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ മകനെ സൗഖ്യപ്പെടുത്തിയത് വചനമാണ് എന്ന് മകളിവിടെ ഏറ്റുപറയുകയാണ്. ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ വചനത്തിലൂടെ ആ ഒരു സൗഖ്യത്തിൻ്റെ വേര് എന്താണെന്ന് മകന് മനസ്സിലാക്കാൻ സാധിച്ചത് അമ്മയുടെ ഉടമ്പടി ജീവിതമാണ്. അമ്മയ്ക്ക് അത്രമാത്രം വിശ്വസ്തതയും ഈശോയുമായുള്ള ആഴമായ ബന്ധവുമാണ് മകനെ വചനത്തിലൂടെ അവനെ സൗഖ്യം നൽകാനായിട്ട് സാധിച്ചതെന്ന് അമ്മ ഏറ്റു പറയുകയാണ്. നമ്മുടെ ഓരോ തവണയും ഉടമ്പടി പുതുക്കുന്നത് ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മെ രജിസ്റ്റർ ചെയ്യാനാണ്. ആ രജിസ്റ്റർ ആകാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു ഓരോ പുതുക്കലും ഒരു വ്യക്തി തൻ്റെ ആ നിലവാരത്തിലേക്ക് ഉയർന്നു എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ഓരോ പുതുക്കലിലുമാണ് നമ്മൾ ഈശോയിലേക്ക് എത്രമാത്രം അടുത്തു എന്ന് നാം മനസ്സിലാക്കുന്നത്. റീസ മേരി ദൈവത്തിലേക്ക് ഓരോ തവണയും അടുക്കുമ്പോൾ അവരുടെ ജീവിത പ്രശ്നങ്ങളിലെല്ലാം അതിനെ അഭിമുഖീകരിക്കാനുള്ള ശക്തി ഈ ഉടമ്പടിയിലൂടെ ലഭിച്ചു എന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ മകളേറ്റു പറയുന്നത്. റീസ മേരിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.